മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ പൊരിഞ്ഞടി നടക്കുകയാണ്. വേറെ ആരും തമ്മിലല്ല, മുൻഷി രഞ്ജിത്തും റെന ഫാത്തിമയും തമ്മിലാണ് ഇപ്പോൾ വഴക്ക് നടക്കുന്നത്. റെന ഫാത്തിമയും അഭിലാഷും കുറച്ചു മുമ്പാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് റീ എൻട്രി ചെയ്തത്. റെന വന്ന സമയത്തും രഞ്ജിത്തിനോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും രഞ്ജിത്ത് ദേഷ്യത്തോടു കൂടിയാണ് നടന്നതും മൈൻഡ് ചെയ്യാതെയൊക്കെ പോയിരുന്നു. അതിനുശേഷം ഇവരെല്ലാവരും നടുക്ക് സോഫയിലിരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് രഞ്ജിത്ത് ഓപ്പോസിറ്റ് സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ റെന ചുമ്മാ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി രഞ്ജിത്തിനെ നോക്കി പിണക്കമാണോ എന്ന് പാട്ടുപാടി. അത് കേട്ടതും ട്രിഗറായി രഞ്ജിത്ത് നല്ല രീതിയിൽ റെനയോട് ചൂടാവുന്നുണ്ട്. നീ എൻ്റെ മുഖത്ത് നോക്കി പാട്ട് പാടണ്ട, പാട്ട് പാടണമെങ്കിൽ നീ അപ്പുറത്ത് പോയിരുന്ന് പാട്ട് പാടിക്കോ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ രഞ്ജിത്ത് ചൂടാവുന്നുണ്ട്. മുൻഷി രഞ്ജിത്തിന് ദേഷ്യം കാരണം റെനയോട് സംസാരിക്കുന്ന സമയത്ത് കണ്ണുരുട്ടി നോക്കുക, കൂടാതെ പല്ല് കടിക്കുക, അതുപോലെ തന്നെ എഴുന്നേറ്റ് വന്ന് റെനയുടെ നേരെ കൈ ചൂണ്ടി വരെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ റെന പറയുന്നുണ്ട്, എനിക്കെന്താ ഒന്ന് പാട്ടുപാടാൻ പറ്റത്തില്ലേ? ഞാൻ ഇവരോട് സംസാരിക്കും, എൻ്റെ സംസാരം കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടെ നിന്നും മാറി ഇരുന്നോ എന്നൊക്കെ റെന രഞ്ജിത്തിനോട് പറയുന്നു. അതൊക്കെ കേട്ട് രഞ്ജിത്ത് നല്ല രീതിയിൽ തന്നെ റെനയോട് ദേഷ്യപ്പെടുന്നുണ്ട്. മുൻഷി രഞ്ജിത്ത് ഒരാഴ്ച മാത്രമാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നിട്ടുള്ളത്. എങ്കിലും ഇവർ തമ്മിൽ വലിയ സ്വരച്ചേർച്ചയിലൊന്നും ആയിരുന്നില്ല. ആ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് രണ്ടുപേരും ഒരു ശത്രുക്കളെ പോലെ തന്നെ ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് മുൻഷി രഞ്ജിത്ത് എവിക്റ്റായി പോകുന്ന സമയത്ത് ലാലേട്ടൻ രഞ്ജിത്തിനെതിരെ റെന എഴുതിയ ഒരു പരാതിയും വായിച്ചു കേൾപ്പിച്ചിരുന്നു. ചിലപ്പോൾ അതൊക്കെ കൊണ്ടാവാം മുൻഷിയുടെ മനസ്സിൽ റെനയോട് ഇപ്പോഴും ദേഷ്യമുള്ളത്. റെന പക്ഷേ ഇവിടുന്ന് ഇറങ്ങിയതേ എല്ലാം മറന്നു, അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിരുന്നു, ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രഞ്ജിത്തിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രഞ്ജിത്ത് റെനയോട് സംസാരിക്കുന്നത് പോയിട്ട് റെനയുടെ മുഖം കാണുന്നത് പോലും ദേഷ്യമാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു പൊരിഞ്ഞടിയാണ് ഇപ്പോൾ ലൈവിൽ നടക്കുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.